വെൽക്കം ടു കുക്കിംഗ് അപ്പ് സംതിങ് നൈസ്. വഴുതനങ്ങ ഇഷ്ടമല്ലാത്ത ആൾക്കാർ കൂടി ഇഷ്ടമായി പോകുന്ന ഒരു ഡിഷാണ് ബേങ്കൻ കാ ഭർത്ത. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഈ നോർത്ത് ഇന്ത്യൻ സൈഡ് ഡിഷാണ്. ഇതിനു വേണ്ടി നമുക്ക് ആവശ്യം ഒരു വലിയ വഴുതനങ്ങ, ഭർത്തയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ അങ്ങനെ മേടിക്കാൻ കിട്ടും. പിന്നെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞ് ഗാർണിഷ് ചെയ്യാനായിട്ട്, പിന്നെ ഒരു ടീസ്പൂൺ ജീരകം, പിന്നെ ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞത്, 1 ഇഞ്ച് കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 8 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്. എരിവ് വേണ്ടവർക്ക് കുറച്ച് കൂടുതൽ പച്ചമുളക് എടുക്കാം. പിന്നെ എണ്ണയും ഉപ്പും കുറച്ച് സ്പൈസ് പൗഡേഴ്സ് ആഡ് ചെയ്യും. അത് ഞാൻ ആഡ് ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. നമ്മൾ വഴുതനങ്ങ എടുത്തിട്ട് അതിൽ ഓട്ടയൊന്നും ഇല്ലയെന്ന് നോക്കണം, അല്ലെങ്കിൽ അങ്ങനെ പുഴു ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നല്ല വഴുതനങ്ങ നോക്കിയെടുക്കണം. എന്നിട്ട് അത് കഴുകി ഒരു തുണി വെച്ച് തുടച്ച് ഉണക്കി അതിൻ്റെ മുകളിൽ കൈവച്ച് കുറച്ച് എണ്ണ പുരട്ടുക. എന്നിട്ട് നമ്മൾ ഡയറക്റ്റ്ലി ഫ്ലെയിമിൻ്റെ മുകളിലാണ് ഇത് ചുട്ടെടുക്കാൻ പോണേ. ഇങ്ങനെ ചുടുമ്പോൾ നല്ലൊരു സ്മോക്കി ടേസ്റ്റ് ആൻഡ് ഫ്ലേവർ ഉണ്ടാവും നമ്മുടെ ഡിഷിന്. നമ്മൾ പക്ഷേ ഇത് ഡയറക്റ്റ് ഫ്ലെയിമിലാണ് ചുടുന്നത്. സോ നമ്മൾ സൂക്ഷിച്ച് ഇത് ചെയ്യണം. ബിക്കോസ് അത് അല്ലെങ്കിൽ കയ്യിൽ നിന്ന് വിട്ടിട്ട് റോൾ ചെയ്ത് പോകാൻ ചാൻസ് ഉണ്ട്, കൈ പൊള്ളാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പതുക്കെ സൂക്ഷിച്ച് ചെയ്യണം. ഇത് വേഗം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. ഇതിൻ്റെ ഓരോ ഭാഗം കണ്ട് നമ്പർ ഓഫ് ഇൻഗ്രീഡിയൻസ് കണ്ടിട്ട് പേടിക്കണ്ട. ഇത് വേഗം നല്ല ഈസി ഒരു ഡിഷാണ്. പതുക്കെ പതുക്കെ ടേൺ ചെയ്തിട്ട് നമ്മൾ ചുട്ടെടുക്കുക ഓരോ സൈഡ്. ഇങ്ങനെ ഒരു ചപ്പാത്തി ഉണ്ടാക്കുന്ന വയർ ഫ്രെയിം ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ വെച്ചാണെങ്കിലും നമുക്ക് ചുട്ടെടുക്കാം. നമ്മളിങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ സ്കിന്നിൻ്റെ ടെക്സ്ചർ മാറുന്ന കാണാം. ആൻഡ് കുക്ക് ആയിട്ടുണ്ട്. ആൻഡ് പതുക്കെ ആ സ്കിന്ന് ഊരി വരുന്നതും നമുക്ക് കാണാം. ഇനി നമ്മൾ ആ തണ്ടിൻ്റെ ഭാഗം പിടിച്ചിട്ട് നേരെ വെച്ചിട്ട് ഇങ്ങനെ അടിഭാഗവും നല്ലോണം റോസ്റ്റ് ചെയ്തെടുക്കുക. എല്ലാ ഭാഗവും നല്ലോണം റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ നമുക്ക് കാണാം ഇത് നല്ലോണം റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മളിത് റോസ്റ്റായി കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് നല്ലോണം തണുക്കാനായിട്ട് സൈഡിൽ വെക്കുക. ഇപ്പം നല്ലോണം ഇത് തണുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ഈ സ്കിൻ എല്ലാം ബേൺഡായ ചാർഡ് സ്കിന്നൊക്കെ നമ്മൾ പീൽ ചെയ്ത് കളയുക കംപ്ലീറ്റ്ലി. എന്നിട്ട് ഈ തണ്ട് ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയും. എന്നിട്ട് നൈഫ് വെച്ചിട്ട് നല്ലോണം ഇത് മാഷ് ചെയ്യണം. ഫുള്ളായിട്ട് ഫൈനായിട്ട് മാഷ് ചെയ്ത് നമ്മൾ സൈഡിൽ വെക്കും. ഇനി നമ്മൾ മസാല ഉണ്ടാക്കിയിട്ട് ഈ മാഷ് ചെയ്ത വഴുതനങ്ങ ആണ് അതിലേക്ക് ആഡ് ചെയ്യാൻ പോണേ. ഇനി മസാലയ്ക്ക് ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഇട്ടിട്ട് 1 ടീസ്പൂൺ ജീരകം അതിലേക്ക് ആഡ് ചെയ്യുക. ഇനി ജീരകം ഒന്ന് വറക്കുക, കരിയാൻ പാടില്ല. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ച സവോള ആഡ് ചെയ്യുക, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്. ഇത് നമ്മൾ നല്ലോണം വഴറ്റണം. നമ്മൾ കുറച്ച് ഇതിലേക്ക് ഇപ്പോൾ ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് സവോള വേഗം വഴന്ന് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സവോള നമ്മൾ കുറച്ച് സമയം എടുത്തിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്നവരെ ക്ഷമയോടുകൂടി വഴറ്റണം. ഈ സവോള ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് ടൊമാറ്റോ ആഡ് ചെയ്യുക. ടൊമാറ്റോ നമ്മൾ നല്ലോണം വഴറ്റി സോഫ്റ്റ് ആക്കണം. ഇത് ഒരു കറിക്ക് വേണ്ടി ചെയ്യുന്ന പോലെ ഒരു പേസ്റ്റ് ആവേണ്ട ആവശ്യമില്ല. ടൊമാറ്റോ ഒന്ന് സോഫ്റ്റ് ആയാൽ മതി നല്ലോണം. പക്ഷെ നല്ലോണം നമ്മൾ വഴറ്റണം. ഇനി ഇതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, എരിവ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ആഡ് ചെയ്യാം. എൻ്റെ വീട്ടിൽ വളരെ കുറവാണ് നമ്മൾ മുളക് ഉപയോഗിക്കണേ. 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ആൻഡ് 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി. ഇത് ഇട്ട് കഴിഞ്ഞാൽ എല്ലാ മസാല ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്കൊരു 1/4 കപ്പ് വെള്ളം ഒഴിക്കും, ഈ മസാലയൊന്നും കരിഞ്ഞു പോവാതിരിക്കാനായിട്ട്. എന്നിട്ട് പതുക്കെ വഴറ്റി നല്ലോണം വഴറ്റണം. ഇത് മസാലയൊക്കെ നല്ലോണം വഴന്ന് കുക്കായി കിട്ടാൻ വേണ്ടി നമ്മളൊരു ഡിഷിൻ്റെ ടേസ്റ്റ് അത് നല്ലോണം വഴറ്റി ആ മസാലയൊക്കെ കുക്ക് ചെയ്യുന്നതിലാണ് ഇരിക്കണേ. അപ്പോൾ നമ്മൾ ഈ സ്റ്റേജിൽ നല്ല സമയമെടുത്ത് പേഷ്യൻസോടു കൂടി ചെയ്യണം. ഇപ്പോൾ നമ്മുടെ മസാല ഇനി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ മാഷ് ചെയ്ത് വെച്ച വഴുതനങ്ങ ആഡ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് അത് നല്ലോണം ഈ മസാലയായിട്ട് യോജിപ്പിക്കണം. ഈ ഒരു ഫൈനായിട്ട് മാഷ് ചെയ്യണം ഈ വഴുതനങ്ങ, എന്നാലേ ആ ഡിഷിന് ആ ടെക്സ്ചർ ഉണ്ടാവുള്ളൂ.
ഇനി നല്ലോണം യോജിപ്പിച്ച് 1-2 മിനിറ്റ് നല്ലോണം ഒന്ന് വഴറ്റുക. ഈ ഡിഷ് ആക്ച്വലി നമുക്ക് വേഗം ഒരു മീൽ പ്രെപ്പ് ഡിഷായിട്ടും ചെയ്യാം. ബിക്കോസ് നമുക്ക് ഈ വഴുതനങ്ങ നേരത്തെ റോസ്റ്റ് ചെയ്ത് മാഷ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റും. ആൻഡ് ഒരു ദിവസം വേണ്ടപ്പോൾ ഡിന്നറിന് വേഗം നമുക്ക് ഈ ഡിഷ് ഉണ്ടാക്കാൻ പറ്റും. ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ഉപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്യുക. ഞാൻ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നല്ലോണം ബീറ്റ് ചെയ്ത് വെച്ച് തൈര് ഗ്യാസ് ലോയിലാക്കിയിട്ട് ആഡ് ചെയ്യണം. ആഡ് ചെയ്ത ഉടനെ നല്ലോണം വേഗം മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ തൈര് ആഡ് ചെയ്യുമ്പോൾ തൈരിന് കുറച്ച് വെള്ളം വരും. എന്നിട്ട് ആ വെള്ളത്തിൽ ഒന്ന് കുറച്ച് കുക്ക് ചെയ്യാനായിട്ട് അപ്പോൾ അതിൻ്റെ ടേസ്റ്റും ടെക്സ്ചറും നല്ലോണം ആഡ് ചെയ്യും ഈ തൈര്. ഇനി ഒന്ന് അടച്ച് വെച്ച് 2 മിനിറ്റ്സ് കുക്ക് ചെയ്യുക. എന്നിട്ട് തുറന്നിട്ട് നമ്മുടെ ഡിഷ് ഇളക്കുക. നമ്മുടെ ഡിഷ് റെഡിയാണ്. ഇപ്പോൾ തൈര് ആഡ് ചെയ്ത കാരണം ഒത്തിരി ഡ്രൈ അല്ല, ഒരു നല്ല മോയിസ്റ്റ് ആൻഡ് ടേസ്റ്റി ഡിഷ് ആയിട്ടുണ്ട്. മല്ലിയില വെച്ച് ഗാർണിഷ് ചെയ്ത നമ്മുടെ ഡിഷ് റെഡിയാണ്. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ റോട്ടിയുടെ കൂടെയോ ഏതെങ്കിലും പറാഠയുടെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ നല്ലൊരു ഡിഷാണ്. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഫറെൻറ്റ് ഡിഷാണ്. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.